ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് കാനഡയിലുള്ള ചെറി ബ്ലോസം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഒരു പൂക്കി സ്റ്റൈലായിട്ടുണ്ട് അല്ലേ? നമ്മൾ എയർപോർട്ട് വഴിയാണ് കേട്ടോ പോകുന്നത്. ഇത് ഏകദേശം ഉച്ച സമയമാണ് കേട്ടോ. ഇന്ന് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നൊരു ദിവസമായിരുന്നേ. പിന്നെ ഈ വഴി പോകുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നത്. എത്ര കണ്ടാലും മതിവരാത്തൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മളൊരു 1000 തവണ ഇതിനകത്ത് കയറി എന്ന് പറഞ്ഞാലും ഇതിങ്ങനെ പോകുന്ന കാണുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, അതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇനി ആകാശത്ത് നിന്ന് നേരെ ഭൂമിയിലേക്ക് വന്ന് ഇവിടുത്തെ കുറച്ച് പച്ചപ്പും ഹരിതാപവും ഒക്കെ നമുക്ക് ആസ്വദിക്കാം അല്ലേ? ഇവിടുത്തെ ബിൽഡിംഗ് സ്ട്രക്ചർ ഞാൻ ഇപ്പോഴും പറയുന്നത് പോലെ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. എന്ത് രസമെന്ന് പറയുമ്പോൾ ഇവിടെ കാണാം. പറഞ്ഞ് നമ്മളങ്ങനെ ചെറിയ ബ്ലോസം ഉണ്ടെന്ന് അറിയപ്പെടുന്ന സ്ഥലത്തേക്ക് ഇതേ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഈ മലയായ മല മുഴുവൻ കയറണം എന്നാണ് ആനും ജഗനും പറഞ്ഞത്. ഇവരെന്താണേലും പറഞ്ഞതല്ലേ, കയറിയേക്കാം. പറയുന്നത്ര അത്ര സിമ്പിൾ അല്ല കേട്ടോ ഈ കുന്നും മലയും കയറാൻ വേണ്ടിയിട്ട്. ഇത് കയറി ലാസ്റ്റ് ഞാൻ കിതച്ച് നിന്നുപോയി കുറച്ച് നേരം. കാരണം ഇത് അത്യാവശ്യം നല്ല കയറ്റമാണ് കേട്ടോ. പിന്നെ ആകെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മോഹൻലാൽ പറഞ്ഞൊരൊറ്റ ഡയലോഗാണ്, ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുമെന്ന്. എന്താണേലും മേലെ ചെല്ലുമ്പോഴത്തേനും ചായക്ക് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാ ഈ മല കയറിയെന്ന് നിങ്ങൾ ചുമ്മാ ഒന്ന് കേട്ട് നോക്കൂ. അമ്മാതിരി കിതക്കിലാണ് ഞാൻ കിതക്കുന്നത്. സത്യം പറയാലോ, പണ്ടത്തെ പോലെ നടക്കാനൊന്നും വയ്യ. 30-ന് ശേഷം എല്ലാവർക്കും പിടിപെടുന്ന എല്ലാ സാധന സാമഗ്രികളും എനിക്കും പിടിപെട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ ചായയുടെ ടേസ്റ്റ്, ആ ടേസ്റ്റ് ഇച്ചിരി മുമ്പോട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. നോക്കിക്ക് എന്ത് രസമാണ് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ എന്ത് കാണാനാണ് ഇവിടെ കയറിയത്? ചെറി ബ്ലോസം കാണാനല്ലേ? ആ സാധനം ഇവിടെ ഇല്ല ഗൈസ്. നമ്മളങ്ങനെ അവിടുന്ന് വേറൊരു റൂട്ടിൽ കൂടെ നേരെ താഴേക്ക് നടക്കുവാണ് കേട്ടോ. വെറുതെ ഈ കയറ്റം മുഴുവൻ കയറേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു രസം, ചെറി ബ്ലോസം ഇല്ലെങ്കിൽ എന്താ ഉള്ളതാട്ടെ. 2-3 ഫോട്ടോ ഇവിടെ നിന്നും എടുത്തു. ഇനി മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേനും ബ്ലോസം കണ്ടില്ലെങ്കിൽ അതൊരു വിഷമമുണ്ടല്ലോ എന്ന് വിചാരിച്ച്. വളരെ മനോഹരമായ പാർക്കുകളാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതേ കിളിക്കൂട്. ഇവിടെ നമ്മുടെ വിൻ്റർ ആയി കഴിയുമ്പോഴത്തേനും കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ്, എല്ലാ മരങ്ങളിലും തന്നെ കാണും നമ്മുടെ കിളിക്കൂട്. ഞങ്ങളങ്ങനെ മുമ്പോട്ട് നീങ്ങി അങ്ങ് എത്തുന്നേ ഇല്ല കേട്ടോ. പിന്നെ കുറേ നടന്നു. ഈ നടക്കുമ്പോഴൊന്നും ഞങ്ങൾ മടുക്കണേ ഇല്ല, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് 2 സൈഡിലും കാണുന്നത്. നമ്മൾ പുറത്ത് പാർക്കിലൊക്കെ പോകുമ്പോഴും പിന്നെ റോഡ് സൈഡിലൊക്കെ സ്ഥിരം കാണുന്ന ഒരാളുണ്ട് കേട്ടോ. ആ ആളാണ് ഈ നിൽക്കുന്ന മുതൽ നമ്മുടെ അണ്ണാൻ. ഒരാഷ് കളറിലെ അണ്ണാനെ കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് വീഡിയോ എടുത്തതാ, പക്ഷെ അവൻ ഇങ്ങനെ ഓടിക്കളഞ്ഞു. പിന്നെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. പറഞ്ഞ പോലെ നമ്മുടെ ചെറിയ ബ്ലോസത്തിന്റെ അടുത്തേക്ക് നമ്മൾ ഇതുവരെയും എത്തിയിട്ടില്ല. അതിനൊരു നീണ്ട യാത്ര തന്നെ ആവശ്യമുണ്ട്. നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ശരിക്കും ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് തന്നെ കുറേ നടന്ന് ഇങ്ങനെ വന്നതാണ് കേട്ടോ ഈ വഴിയെ കൂടെയൊക്കെ. നരേറ്റ് ചെയ്ത് ഞാൻ ഒരുപാട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ ഇനി ചെറിയ ബ്ലോസത്തിന്റെ അടുത്ത് എന്നിട്ട് കാണാം. Don't know if I can find my way out.
Don't know if I can find my way out.